ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമുക്കേ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ. സാറിൻ്റെ അനന്തരവളും മകനും പുതിയ പെണ്ണും ഒക്കെ ആയിട്ട് 4 പേരുണ്ടായിരുന്നു. അപ്പോൾ വടയുണ്ടാക്കി അവർക്ക് കഴിക്കാൻ വേണ്ടി. പക്ഷേ അവർ വട കഴിച്ചില്ല. വട ഓരോന്ന് കഴിച്ചതേ ഉള്ളൂ. അവർ ഊണും കഴിഞ്ഞാൽ പോയത്. അതുകൊണ്ട് വട വിചാരിച്ചത്രയും ചിലവായില്ല. മിച്ചം ഇരിക്കുന്ന വട ഞങ്ങൾ വൈകിട്ടും കഴിച്ചു. പിന്നെ എന്നിട്ടും മിച്ചമുണ്ട്, ഒരു 7-8 എണ്ണം മിച്ചമുണ്ട്. ഞാൻ വിചാരിച്ചു മിച്ചം വന്ന വട കൊണ്ട് നമുക്ക് എല്ലാ വീട്ടിലും സംഭവിക്കുന്നത് ഇത്. ഈ ഉഴുന്നുവട, പരിപ്പുവടയൊക്കെ മിച്ചം വരും. പരിപ്പുവടയാണെങ്കിൽ നമ്മൾ രസവടയാക്കാം. ഞാൻ രസവട പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുകൊണ്ടൊരു തൈര് വട ഉണ്ടാക്കുകയാണ്. തൈര് വട പ്രത്യേകിച്ചും തലേ ദിവസത്തെ വട കൊണ്ട്, പഴയ വട കൊണ്ട് എങ്ങനെയാണ് തൈര് വട ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇതാണ് വട. ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, കുറച്ച് നല്ലോണം തണുത്ത് പോയി. പിന്നെ രാവിലെ പുറത്തെടുത്ത് വെച്ചു. ഇത് നമുക്ക് ഇന്ന് മോരിനകത്തോട്ടിടാം, ചൂടുള്ള മോരിലോട്ട്. അപ്പോൾ ഇത് ചൂടുള്ള മോരാണ് ഇരിക്കുന്നത്. മോരെന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം ചേർത്തതാണ്. ആ ചൂട് വെള്ളത്തിലോട്ടിട്ട് ഇതിൻ്റെ എണ്ണ മാറ്റാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വട കഴിച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച്, എത്ര ശ്രദ്ധിച്ചാലും കുറച്ച് എണ്ണ വരും. അത് കളയാനായിട്ട് ഒന്നുകിൽ ചൂടുവെള്ളത്തിലിടാം, അല്ലെങ്കിൽ ചൂടുള്ള മോരിലോട്ട് ഇടാം. ഞാൻ ചൂടുള്ള മോരിലോട്ടിടുന്നു. 8 വടയുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ മോരിൽ കുതിർത്ത് വെക്കണം, ചൂട് മോരിൽ. അവിടെ കിടക്കട്ടെ. ഒരു ശകലം കുതിരുകയും ചെയ്യും, എണ്ണമയമുള്ളത് പോവുകയും ചെയ്യും. എടുക്കാം. ഇത് ഇന്നലെ വൈകിട്ട് ഉറച്ച പാലാണ്. വൈകിട്ടൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഉറച്ച പാല്. ഇന്ന് 3 മണിയായപ്പം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. വെളുപ്പിന് 3 മണി. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 മണിയായപ്പോൾ പുറത്തോട്ടെടുത്ത് കുറച്ച് തണുപ്പ് വിട്ട തൈരാണിത്. ഇതൊന്ന് കട്ട ഉടയ്ക്കണം, കട്ട പാടില്ല. നല്ല സ്വാദുള്ളതാണ് ഈ തൈര് വട എന്ന് പറയുന്ന സാധനം. തൈര് വടയും തൈര് സ്വാദവും ഇഷ്ടമില്ലാത്ത ആരെയും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം 5 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഇതെടുത്ത് കൈവെള്ള വെച്ച് ഞെക്കണം. ഇതാ ഒരെണ്ണം എടുത്ത് പതുക്കെ ഉടയ്ക്കാതെ കൈവെള്ള വെച്ച് ദേ ഇങ്ങനെ കണ്ടോ. പിഴിയുന്ന പോലെയല്ല, ഞെക്കുന്ന പോലെ ഞെക്കി അകത്തുള്ള മോര് ചൂടുള്ളതിനെ പുറത്തേക്ക് കളയുക. കണ്ടോ, ഇത് തൈരിങ്ങനെ നമ്മൾ ഉടച്ചു വെച്ച തൈരാണ്. ഒരു കുറച്ചിങ്ങോട്ട് ഒഴിക്കാം. 1/2 ലിറ്ററിലൊരല്പം കൂടുതലൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിന് വേണ്ട ഉപ്പ് കൊടുക്കുക. ഉപ്പ് ഇവിടെ ഇട്ടില്ലെങ്കിൽ ഈ വട ഇട്ടേച്ചാണെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉപ്പ് ഇപ്പോൾ ഇടുന്നത്. വടയ്ക്ക് ഉപ്പുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. 1 ടീസ്പൂൺ വേണ്ട. ഇത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളി ഒട്ടും പാടില്ല തൈര് വടയ്ക്ക്. അപ്പോൾ ഇത് നല്ലപോലെ ഉപ്പിട്ടിളക്കി, ഉപ്പ് എല്ലായിടത്തും ഒരുപോലെയാക്കി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വട എടുത്ത് ഇടുക. മൂടി കിടക്കണം. തൈരിത് പോരാ, നമുക്ക് കുറച്ചുകൂടി ഒഴിക്കാം. തൈര് മുഴുവൻ ഒഴിച്ചു. ഇനി ഇതാകെ ഒരു പണിയും കൂടെ ഉള്ളൂ. കടുക് വറക്കണം. കടുക് വറുത്തിട്ട്, അഥവാ നിങ്ങളുടെ തൈരിന് അല്പം പുളി കൂടിപ്പോയാലും ഇല്ലെങ്കിലും കുറച്ച് പാല്, ഒരു തുടം പാല് ഇതിലൊഴിക്കുന്നത് നല്ല ടേസ്റ്റ് കൊടുക്കും. തൈരിന് പുളി കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് പാല് ചേർക്കണം. നാളെ ഇത് മിച്ചം വരുന്ന എടുക്കുകയാണെങ്കിലും അല്പം പാലും കൂടെ ചേർത്ത് കുറച്ച് സമയം വെച്ചിട്ട് കഴിച്ചോളുക. അപ്പോൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി ഇതിന് കടുക് വറുത്തിട്ടില്ല. ആ കടുക് വറയിലാണ് ഇതിൻ്റെ രുചി ഇരിക്കുന്നത്. ഒരിക്കലും മറക്കരുതാത്ത കാര്യം,
എന്താണെന്ന് ചോദിച്ചാൽ കടുക് വറക്കുന്നത് വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഒലീവ് ഓയിലിലോ ഒന്നുമല്ല, നമ്മുടെ സാക്ഷാൽ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. നല്ലെണ്ണ എന്ന് പറയുന്നത് എള്ളെണ്ണയാണ്. എള്ളിൻ്റെ എണ്ണയാണ് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും നല്ലെണ്ണ എന്ന് പറയുന്നത്. 1 ടീസ്പൂൺ കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഒരു 2 സ്പൂൺ ഉഴുന്ന് ബോളോ ഉഴുന്ന് പരിപ്പോ ഏതെങ്കിലും. ഇനി ഒരു ശകലം 2 മുളക്, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, കരിയേപ്പില. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിക്കുക, ഒന്ന് ഇളക്കണം. നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഉണ്ട്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു. മല്ലിയില ഇട്ടു, ക്യാരറ്റ് ചീകിയത് ചേർത്തു, പിന്നെ ഒരു ശകലം മുളക് പൊടി, ഒരു കാണാൻ ഭംഗിക്ക്. വയറിന് നല്ല സുഖമുള്ള ഒരു പലഹാരമാണ് തൈര് വട. ഇപ്പം നമുക്കിനി ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ടു, ഇനി ഇളക്കി കഴിക്കാൻ ഒരു കുറച്ച് സമയം കഴിയണം. എല്ലാ രുചികളും ഉഴുന്നുവട വലിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മണിക്കൂർ സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഇത് കഴിക്കാൻ പറ്റൂ. കാര്യം തണുത്ത തൈരാണ്, എന്നാലും 2 മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ അത്ര സമയം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായി. കൊതി സഹിക്കുന്നില്ല, അതുകൊണ്ട് എടുക്കുക. ഇതിൽ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാനും ക്ഷമിക്കാനും ഉള്ള കഴിവില്ല ആർക്കും, എനിക്ക് മാത്രമല്ല. പിന്നെ എനിക്കാണ് കഴിവ്. കണ്ടോ, ഇതാണ് നമ്മുടെ തൈര് വട. നമുക്കിത് ഒരു വടയും കുറച്ച് തൈരും കോരി ഇതിലേക്ക് ഒഴിക്കണം. ഇതാണ് നമ്മുടെ മിച്ചം വന്ന ഉഴുന്നുവട കൊണ്ടുള്ള തൈര് വട. കഴിച്ചു നോക്കാം. കുറച്ച് തൈരും വടയും കൂടെ എടുത്തങ്ങ് കഴിക്കണം. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്താ, തീർച്ചയായിട്ടും ഇത് കണ്ടോ, ഉഴുന്നൊക്കെ കടിക്കുന്നുണ്ട്. നല്ല എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ഇണങ്ങുന്ന ഒരു സ്വാദായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോന്നിൻ്റെ സ്വാദൊന്നും തിരിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാം അങ്ങ് ബ്ലെൻഡ് ചെയ്തിറങ്ങി പോവുക. അങ്ങനെ നിങ്ങളെല്ലാവരും ഇതും ഒന്ന് ശ്രമിക്കണം. നന്ദി, നമസ്കാരം.